അവർ പല പ്രാവശ്യം എൻ്റെ അടുത്ത് ഈ ഉൽപ്പന്നത്തെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിൽ ഞാനൊരു മൈൻഡ് ചെയ്തില്ല. വീണ്ടും വീണ്ടും എന്നെ കാണുമ്പോൾ പറയും അത് മേടിച്ചൊന്ന് കഴിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 5000 രൂപ കൊടുത്ത് എൻ്റെ നീർക്കെട്ട് മാറാനായിട്ടുള്ള പ്രൊഡക്റ്റ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. പക്ഷെ അവർ അത് കൊണ്ടുവന്ന് തന്ന് 20 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിന് വലിയ മാറ്റങ്ങളുണ്ടായി. ഇനി ഒരു പ്രത്യേക കാര്യം പറയേണ്ടത്, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ 96-ലായിരുന്നു ഈ ക്യാൻസറായിട്ട് എനിക്ക് ഓപ്പറേഷനൊക്കെ ചെയ്തത്. 17 വർഷം വരെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കീമോ, റേഡിയേഷൻ ഇതെല്ലാം ചെയ്തതുകൊണ്ട് 17 വർഷം കഴിഞ്ഞപ്പോൾ യൂറിൻ പാസ് ചെയ്യാനായിട്ടൊക്കെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എറണാകുളത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും പോയി. ഏറ്റവും വലിയ ഹോസ്പിറ്റലാണല്ലോ ആസ്റ്റർ, അമൃത, റിനെ, ഇസി, ലൂർദ്, എല്ലായിടത്തും പോയെങ്കിലും അവിടെ ഒന്നും ഒരു ചികിത്സ ഇനി ഇതിനെ സംബന്ധിച്ചില്ല. മൂത്രനാളി ചുരുങ്ങിപ്പോയി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി മരണം വരെ ഞാനിങ്ങനെ നരകയാതന അനുഭവിച്ച് ജീവിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഓപ്ഷൻ പറഞ്ഞത്, കവളത്തുനിന്ന് മാംസം എടുത്ത് മൂത്രനാളിൽ വെച്ച് ഒരു ഓപ്പറേഷൻ ചെയ്യാം, പക്ഷേ അത് സക്സസ് ആകുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മാഡം എനിക്കിത് കൊണ്ടുവന്ന് തരികയും ഞാനത് ഉപയോഗിച്ചപ്പോൾ 20 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ യൂറിൻ സാധാരണഗതിയിൽ പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതുപോലെ വളരെയധികം വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ടാവും. അപ്പോൾ അവർക്കും ഇതുപോലെ ഒരു നല്ല ചികിത്സ കിട്ടാതെ പണം ഉണ്ടാവും, എന്നാൽ അവർക്കൊരു നേട്ടം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിതിനകത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി തന്നെയാണ് ഞാൻ ഓരോ ദിവസവും ഈ കാര്യത്തിൽ ഏർപ്പെടുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് 20-23 ദിവസം കൊണ്ട് നമ്മുടെ ഉൽപ്പന്നം കഴിച്ച് റിസൾട്ട് വന്നു. ഇത് ഒരാളുടെ ആണെങ്കിൽ ഇതുപോലെ ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്, ശരിയല്ലേ? ദാമോദരേട്ടനൊക്കെ ഇതേ ഒരു അവസ്ഥയിൽ വന്ന വലിയൊരാളാണ്. ദാമോദരേട്ടനൊക്കെ വലിയ അനുഭവങ്ങളുള്ള ആളുകളാണ്, ശരിയല്ലേ? അപ്പൊ ലിസി മാഡത്തിന് നല്ലൊരു കയ്യടി ആവാട്ടോ.